ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി വിശാല ഭരണഘടനാ ബെഞ്ച്. ശബരിമല വിശ്വാസികളല്ലാത്ത വ്യക്തികൾക്ക് ക്ഷേത്രാചാരത്തെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. അവിശ്വാസികളുടെ ഈ ആവശ്യത്തെ എന്തിനു കോടതികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്നയുടെ നിരീക്ഷണം. കേസിലെ ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. ശബരിമല റഫറൻസിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. നാളെ ദേവസ്വം ബോർഡ് വാദങ്ങൾ ഉന്നയിക്കും. ശബരിമല യുവതി പ്രവേശനത്തിലെ 7 സങ്കീർണമായ വിഷയങ്ങളിൽ ഒന്നാണ് വിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് പൊതു താൽപര്യ ഹർജിയിലൂടെ മതാചാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നത്. ഈ വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാർ വാദം കടന്ന ഘട്ടത്തിലായിരുന്നു സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ നിർണായക നിരീക്ഷണം. ശബരിമല യുവതി പ്രവേശന വിലക്കിനെതിരെ അയ്യപ്പ വിശ്വാസികൾ ഹർജി നൽകിയിട്ടുണ്ടോ എന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. ഇല്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഇത്തരം കാര്യങ്ങളിൽ അവിശ്വാസികൾക്ക് എങ്ങനെ ഇടപെടാനാകുമെന്നും അവിശ്വാസികളുടെ ഈ ആവശ്യങ്ങളെ കോടതികൾ എന്തിനു പ്രോത്സാഹിപ്പിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്ന വാക്കാൽ പരാമർശിച്ചു. ഈ വിഷയത്തിൽ ആദ്യം തീരുമാനമെടുക്കണമെന്നും ഒരു ഭക്തരും യുവതി പ്രവേശന വിലക്കിനെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചു. പല അജണ്ടകളുമായി ചിലർ പൊതു താൽപര്യ ഹർജിയുമായി എത്തുന്നുവെന്ന് ചീഫ് ജസ്റ്റിസും നിർണായക നിരീക്ഷണം നടത്തി. ഗുരുതരമായ ഒരു ഭരണഘടനാ പ്രശ്നം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ ഹർജിക്കാരന്റെ സ്ഥാനം പരിഗണിക്കാതെ തന്നെ കോടതിക്ക് ഇടപെടാമെന്ന 2018 ശബരിമല വിധിന്യായത്തിലെ ഭാഗവും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടി. ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം നാളെ പൂർത്തിയാകും. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ വാദം തുടരുക. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.